ഇനി അടുത്തൊരു ടാസ്കിലേക്കാണ് നമ്മൾ പോകുന്നത്. എ സെന്റൻസ് എ ഡേ. നമ്മൾ 3 സെന്റൻസുകൾ, 3 ടൈപ്പ് സെന്റൻസുകൾ പറയാൻ പഠിച്ചു. ആമിസാർ പഠിച്ചു. ആമിസാറിന്റെ കൂടെ നൗൺ, ആമിസാറിന്റെ കൂടെ വെർബ് ing, അതിന്റെ നെഗറ്റീവ്, അതിന്റെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ പറയുന്നത് വാസ് ആൻഡ് വെയർ. വാസ് ആൻഡ് വെയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആയിരുന്നു എന്നാണ്. ഇന്നത്തെ സെന്റൻസ് കൊടുത്തിരിക്കുന്നത് ഹി വാസ് എ നോവലിസ്റ്റ്. അയാൾ ഒരു നോവലിസ്റ്റ് ആയിരുന്നു, അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെ? ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ആയിരുന്നു എന്നതിന്റെ അർത്ഥം വാസ് അല്ലെങ്കിൽ വെയർ ആണ്. ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ വാസ് എന്ന് പറയുന്നു. ഒന്നിലധികം ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വേർ എന്നാണ് പറയുന്നത്. സിംഗുലർ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ വേർ ആണ് ഉപയോഗിക്കുക. ഇനി ഉദാഹരണത്തിന് ഐ, ഹി, ഷീ, ഇറ്റ്, ദാറ്റ്, എവ്രിബഡി, അരുൺ ഒരു സിംഗിൾ നെയിം ആണെങ്കിൽ വാസും, യു, ദേ, വി, അരുൺ ആൻഡ് രാജു, ഇത്തരം കാര്യങ്ങളെ നമ്മൾ വേറും കൊണ്ടാണ് പറയുന്നത്. ഇനി കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. പെലെ വാസ് എ ഗ്രേറ്റ് പ്ലെയർ. അതിന്റെ കൂടെ നൗൺ ആണ്. പെലെ വാസ് എ ഗ്രേറ്റ് പ്ലെയർ. പെലെ ഒരു പ്രഗത്ഭനായ കളിക്കാരനായിരുന്നു എന്ന് പറയാം. ഇറ്റ് വാസ് എ ഗ്രാൻഡ് ഫംഗ്ഷൻ. അതൊരു അടിപൊളി പരിപാടിയായിരുന്നു, ഗംഭീര പരിപാടി ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ വാസ് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ വി വേർ ഫ്രണ്ട്സ് റൈറ്റ് ഫ്രം അവർ ചൈൽഡ്ഹുഡ്. ഞങ്ങളുടെ ചെറുപ്പം മുതലേ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാസ് അല്ലെങ്കിൽ വേർ. വി വേർ എന്ന് പറയും, ഐ വാസ് എന്ന് പറയും, ഹി വാസ് എന്ന് പറയും. ഓക്കെ, ഈ ഐ വാസോ വേറോ ഉപയോഗിച്ച് ഒരു 5 സെന്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എക്സാമ്പിൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഓൺ മൈ പേഴ്സണൽ നമ്പർ ഓർ യു ക്യാൻ കോൺടാക്ട് അവർ പേഴ്സണൽ ട്രെയിനർ. ഓക്കെ, ജസ്റ്റ് 5 സെന്റൻസുകൾ എനിക്കാണ് അയച്ചു തരുന്നത്, പേഴ്സണൽ ട്രെയിനർക്കല്ല. അപ്പോൾ നമ്മുടെ എല്ലാ ടാസ്കുകളും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾ പേഴ്സണൽ ട്രെയിനറെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക, എന്നെയും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തരാനുള്ള ആക്ടിവിറ്റികൾ, ടാസ്കുകൾ എനിക്ക് കംപ്ലീറ്റ് ആക്കി തരിക. അതേപോലെ തന്നെ പേഴ്സണൽ ട്രെയിനർക്കുള്ളത് പേഴ്സണൽ ട്രെയിനർക്ക് കൊടുക്കുക. ഓരോ ദിവസവും അരമണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്. താങ്ക് യു വെരി മച്ച്.